ഇന്ന് പറയാൻ പോയിച്ചാൽ നമ്മളെ വണ്ടിയുടെ ടയറില്ലേ അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സ്വതവേ 2 തരം ടയറുണ്ട് വണ്ടിക്ക്. നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒന്ന് തിക്നെസ് കൂടിയതും ഒന്ന് തിക്നെസ് കുറഞ്ഞത്, ഫ്ലാറ്റ് പോലത്തത്. അത് തടിയുള്ളതും തടിയില്ലാത്തതും. അപ്പോൾ ഞാൻ വണ്ടി വാങ്ങുന്ന സമയത്ത് ഈ തടിയില്ലാത്തതാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഏകദേശം ഒരു 1.5 കൊല്ലം 2 കൊല്ലം ആയാലും തടിയില്ലാത്ത ഉണ്ടായത്. അപ്പോൾ നല്ല ഓട്ടം ഉള്ളതുകൊണ്ട് ബാക്കിലത്തെ ടയർ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് ഇതായിക്കൊണ്ട് ഞാൻ എന്താക്കി ടയർ മാറ്റി. അപ്പോൾ മാറ്റുമ്പോൾ എല്ലാവരും ചിന്തിക്കും പോലെ തന്നെ ഒരു 10-200 രൂപ ജാസ്തി കൊടുത്തിട്ട് നമ്മളെന്താണ് കൂട്ടിയത്, തടിയുള്ളത് വാങ്ങാം. അപ്പോൾ ഞാൻ എന്താക്കി തിക്നെസ് ജാസ്തിയുള്ളത് വാങ്ങി, തടിയുള്ളത് വാങ്ങി. അപ്പോൾ ഏകദേശം ഒരു 3-4 മാസം കഴിഞ്ഞോ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് റോഡായിട്ട് കൂടുതൽ ടച്ചാത്ത പോലെ ഒരു സൈഡ് ഇങ്ങനെ തയ്യൽ തുടങ്ങി. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു സ്പീഡിലെല്ലാം പോകുന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു നൈസായ ഒരു സ്ഥലം ഉണ്ടാകുമ്പോൾ വെച്ചാൽ വല്ലാണ്ട് ബാരിക്കളിയും. പിന്നെ അതുപോലെ തന്നെ വെച്ചാൽ ചേരലെന്നെല്ലാം പെട്ടെന്ന് വാരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ നല്ലൊരു സെറ്റപ്പായ റോഡിനൊന്നും പ്രശ്നം വരുന്നില്ല. പക്ഷെ എന്തായാലും നമ്മളെ ഈ ഒരു റോഡിൻ്റെ അവസ്ഥ പല സ്ഥലത്ത് ബൈക്ക് പോകുന്നതുകൊണ്ട് മിക്കവാറും 2 ഇതായിട്ട് മാറുന്നു. തടി ഓവർ കാനുള്ളതുകൊണ്ട് ഒരു സൈഡ് ടച്ച് ചെയ്യുമ്പോൾ ഒന്ന് ഇതായി ഒരു സൈഡ് മാത്രം അതിന് അങ്ങനത്തെ പ്രശ്നങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കമ്പനിയിൽ നിന്ന് പോകുമ്പോൾ വെച്ചാൽ 2 ഫ്ലാറ്റായത് ടിക്ക് കുറഞ്ഞതുണ്ടായിന്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ എന്താ പറയണ്ടേ, ഞാൻ ഇപ്പോൾ ഇതിൻ്റെ സംശയം ഉള്ളതുകൊണ്ട് ഇങ്ങനെ സംഭവം ഉള്ളതുകൊണ്ട് നമ്മൾ അറിയുന്ന ടയറോട് ചങ്ങാടി ചോദിച്ചാലോ ഓനകത്ത് തന്നെ പറഞ്ഞത് നമ്മൾ ഈ ഇതിന് ഒരു ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഫ്ലാറ്റ് കുറഞ്ഞതല്ലത്, അതായത് ഫ്ലാറ്റായ പോലത്തെ ടയറല്ലത്, അതായത് തിക്നെസ് കുറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഇതിൽ തിക്നെസ് കുറഞ്ഞത് വാങ്ങാൻ ഇപ്പോൾ നല്ലത്, അത് ശ്രദ്ധിക്കുക. കാരണം പിന്നെ വായസിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ചില സമയത്ത് നമ്മൾ സ്പീഡോട് പോയിക്കണം, ചിലപ്പോൾ ബെല്ലിന് പോകുന്നു, മറ്റേ ടയർ ബെല്ലിന്ന് ഇതെല്ലാം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്പീഡ് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കണ്ടതിൽ ഇപ്പോൾ കുറച്ച് കുറഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിലും ഒന്ന് തിക്നെസ് കുറഞ്ഞ ടയർ വാങ്ങുന്നത് തന്നെ നല്ലത്. തടിച്ചത് വാങ്ങിയാലും പ്രശ്നമില്ല, പക്ഷെ ഞങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതിൻ്റെ പേര്. അപ്പോൾ വീണ്ടും അടുത്ത നല്ല പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നതാണ്. എല്ലാവരും ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവിധ